ഹായ് ഫ്രണ്ട്സ്, ഇത്തവണ ഓണത്തിന് നമുക്കുണ്ടായ പാവയ്ക്കയും വെച്ചൊരു പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാം. പാവയ്ക്കയും പച്ചമുളകും എല്ലാം നമുക്കുണ്ടായതാണ്. കഴിഞ്ഞ വർഷത്തേന് നമ്മൾ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വർഷം ഒരു ചെറിയ പാവയ്ക്കയാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മൂത്തത്, അധികം വലിപ്പം വെച്ചിട്ടില്ല. അത് ഈ ഗ്രോ ബാഗിൽ നട്ടിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിത് നീളത്തിലൊന്ന് മുറിച്ചിട്ട് വട്ടം വട്ടം അരിഞ്ഞെടുക്കാം, 2 കഷ്ണങ്ങളായിട്ട്. അപ്പോൾ ഈ കായ് നമുക്കിടക്ക് കുത്തിക്കളയാം. ഇതേപോലെ കനം കുറച്ചരിയണേ. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇടാം, അല്ലെങ്കിൽ പിന്നെ ആ വെളിച്ചെണ്ണ വേസ്റ്റ് വരുമല്ലോ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. പെട്ടെന്ന് കഴിയുവേ. നല്ലപോലെ ഇളക്കണം. അപ്പോൾ ഇതേ പാവയ്ക്കയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇടാം. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട. ഇതിപ്പോൾ ചൂടാറി കഴിയുമ്പോഴത്തേനും ഇതിന് നല്ല നിറം വരുവേ. ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കടുക് താളിക്കുകയും ചെയ്യാം. അപ്പോൾ വേറെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ അരപ്പെടുക്കാം. അപ്പോൾ അതേ ഞാനൊരു 2 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. വെള്ളക്കാന്താരിയാണ്, നല്ലപോലെ മൂത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, അതും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എരിവ് അനുസരിച്ചിടാം. ഞാനിപ്പോൾ 2 കാന്താരിയും ഒരു പച്ചമുളകും, ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ തൈര് ഒഴിച്ചാൽ മതി. ഇതേ എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകും കൂടെ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം, ഈ ജാറേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അതൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. ആ മുളകും കടുകും തേങ്ങയും എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ അധികം പൊടിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഉടച്ച് വെച്ചത്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി പുളി വേണ്ട, ഒരു അല്പം പുളി മതിയേ. അപ്പം നമ്മൾ തന്നെ ഒഴിച്ചിട്ട് എടുത്തതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നമുക്കിത് അടപ്പത്ത് വെക്കാം. നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ഒത്തിരി അങ്ങോട്ട് തിളച്ച് പോവണ്ട. തിളച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം പോലെ ആയി പോവുകയും ചെയ്യും. അപ്പോൾ പതുക്കെ ഒന്ന് ചൂടായി വന്നാൽ മതിയേ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഉപ്പിട്ടിട്ടില്ല, ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. നല്ലപോലെ ഒന്ന് ഉടയട്ടെ, എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ടിരിക്കണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പാവയ്ക്ക കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇത്തവണ ഓണത്തിന്. അപ്പം നല്ലപോലെ ചൂടൊക്കെ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് തിളച്ച് പോവണ്ട. ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനാണ്. ഉണ്ടോ? ഈ ഒരു പാകത്തിന് മതി. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതിനൊന്ന് കടുക് താളിക്കണം. അപ്പോൾ ആ പാവയ്ക്ക വറുത്ത എണ്ണ തന്നെ ആണ് എടുക്കണേ. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം.
കടുക് നല്ലതുപോലെ പൊട്ടണേ. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതും 3-4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില കടുക് പൊട്ടിയതിന് ശേഷം വേണേൽ ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തേ. അതിലേക്ക് കറിവേപ്പിലയും ഒരു നുള്ള് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അധികം അങ്ങോട്ട് മൂത്ത് പോവണ്ട. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം, പാവയ്ക്ക പച്ചടിയിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. താങ്ക് യു.